വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കെ.പി.സി.സി. ആസ്ഥാനം ആകാംക്ഷയുടെയും ആഘോഷത്തിന്റെയും വേദിയായി മാറിക്കഴിഞ്ഞു. പന്തലുകൾ ഉയർന്നു. പായസവും ലഡുവും ഓർഡർ ചെയ്തു കഴിഞ്ഞു. UDF വിജയമുറപ്പിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾക്ക് ഒരു കുറവുമുണ്ടാവില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം UDFന് ഉണ്ടാകും. LDFനെതിരെ വലിയ ജനവികാരമാണ്. കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. എന്നാൽ അട്ടിമറി വിജയം നേടുമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും LDF പറയുന്നതാണ്. ഫലം വരുന്നതുവരെ അവരുടെ അവകാശവാദം നിലനിൽക്കും, സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം ഭരണത്തിന്റെ കടിഞ്ഞാൺ ആര് ഏറ്റെടുക്കുമെന്ന ചോദ്യവും സജീവമാണ്. AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരും. MLA മാർ, KPCC ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, ഘടകകക്ഷികൾ എന്നിവരുടെയെല്ലാം അഭിപ്രായം ഹൈക്കമാൻഡ് തേടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3-ൽ കൂടുതൽ പേരുകൾ പരിഗണനയ്ക്ക് വരട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറയുന്നത് ഘടകകക്ഷികളുമായി ചർച്ചകൾ നടത്തുമെന്നാണ്. MLA മാരുടെ അഭിപ്രായങ്ങൾ കൂടി തേടും. ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കുക, അദ്ദേഹം വ്യക്തമാക്കി. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ കേരളം ആരു ഭരിക്കുമെന്ന് ഇന്നറിയാം. 15ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് ഭരണമാറ്റം പ്രവചിക്കുമ്പോൾ താഴെത്തട്ടിലെ കണക്കുകളിൽ ഉറച്ച് ഭരണ തുടർച്ചയുടെ ഹാട്രിക് പ്രതീക്ഷയിലാണ് LDF. ഇരു മുന്നണികളെയും ഞെട്ടിച്ച് നിർണായക ശക്തിയാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 8 മണിക്ക് ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. 8:30യോടെ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 9 മണിയോടെ ആദ്യ ട്രെൻഡുകൾ വ്യക്തമാകും. 10 മണിയോടെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമോ അതോ പിണറായി സർക്കാർ തുടരുമോ എന്ന കാര്യത്തിൽ ഏകദേശ ചിത്രം ലഭിക്കും. ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ മറുനാടനും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മറുനാടന്റെ YouTube ചാനലുകളിൽ വിശകലനം ഉണ്ടാകും. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂർ, രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് എന്നിവയ്ക്ക് പുറമെ തൃശൂർ, പാലക്കാട്, നേമം, നിലമ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. PV അൻവർ ഫാക്ടർ മലബാറിൽ LDFന് എത്രത്തോളം ക്ഷീണമുണ്ടാക്കിയെന്നതും ഇന്നത്തെ പ്രധാന കൗതുകം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ കർശന സുരക്ഷയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന അപ്രതീക്ഷിത ഫലങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.